ജേക്കബ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മളുടെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന കിച്ചൺ അപ്ലയൻസുകളിലെല്ലാം തന്നെ BLDC മോട്ടറും AC മോട്ടറും വരുന്നുണ്ട്. ഇത് പലപ്പോഴും ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, അതിൻ്റെ കംപ്ലൈൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതൊന്നും പലരും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതൊരു AC മോട്ടറാണ്. ഇതിൻ്റെ പുറത്ത് പ്രത്യേകിച്ച് വേറെ മാർക്കിങ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ വാട്ട്സ് എത്രയാണ്, വോൾട്ട് എത്രയാണ്, അങ്ങനെയൊക്കെ തന്നെ എഴുതിയിട്ടുള്ളൂ. ഇതിനകത്ത് കപ്പാസിറ്ററിൻ്റെ വയറോ മാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതൊരു ഇമ്പോർട്ടഡ് മോട്ടറാണ്. ഇമ്പോർട്ടഡ് മോട്ടറുകൾ കോമൺ ആയിട്ട് റെഡ് ആയിരിക്കും അതിൻ്റെ വയർ വരുന്നത്. ന്യൂട്രലായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റെഡ് വയർ ആയിരിക്കും. ഇതൊരു ഇന്ത്യൻ മോട്ടറാണ്. ഇന്ത്യൻ മോട്ടർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡിൽ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ട് മോട്ടറിൻ്റെ കപ്പാസിറ്ററിൻ്റെ വയർ, അതിൻ്റെ കാര്യങ്ങളെല്ലാം, സ്പീഡ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ന്യൂട്രൽ ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ കോമൺ ഏതാണെന്നുള്ള കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കോമൺ വയർ എന്ന് പറയുന്നത് നീലയാണ് ഇതിൻ്റെ കോമൺ വയർ. ഇൻ കേസ് നമ്മൾ മോട്ടർ അയക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റിക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കപ്പാസിറ്ററിൻ്റെ വയർ ഏതാണ്, ന്യൂട്രൽ വയർ ഏതാണ്, ഫസ്റ്റ് സ്പീഡ് ഏതാണ്, സെക്കൻഡ് സ്പീഡ് ഏതാണ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് AC മോട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ കപ്പാസിറ്ററിൻ്റെ വയർ ഏതാണെന്ന് അറിയാതിരുന്നാൽ കപ്പാസിറ്ററിൻ്റെ വയർ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മോട്ടർ കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കപ്പാസിറ്ററിൻ്റെ വയർ ആദ്യം കണ്ടുപിടിക്കാം. അതിനുശേഷം ഫസ്റ്റും സെക്കൻഡും തേർഡും സ്പീഡ് ഏതൊക്കെയാണെന്നും അതിന് എത്ര വാല്യൂ വരുന്നുണ്ടെന്നും നമുക്ക് മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കി ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുത്തു നോക്കാം ഇതിനകത്ത് ഏതൊക്കെയാണ് സ്പീഡ് എന്ന് അറിഞ്ഞതിന് ശേഷം. അല്ലെങ്കിൽ നമ്മൾ കപ്പാസിറ്ററിൻ്റെ വയർ കൊടുക്കുന്നത് മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മോട്ടർ കത്തിപ്പോവും, നമ്മൾ വീണ്ടും മോട്ടർ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് വരുന്ന കോമൺ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ കോമണിൽ നമ്മളൊരു മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടൽ വരുന്ന വയർ എന്ന് പറഞ്ഞാൽ ഈ മോഡലുകൾക്ക് എല്ലാത്തിനകത്തും വരുന്നത് 6 വയറുണ്ടാവും. ചിലതിനകത്ത് 5 വയറേ കാണുള്ളൂ. ഇത് കപ്പാസിറ്ററിൻ്റെ വയർ ഡയറക്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഇനി അതുകൂടാതെ കപ്പാസിറ്റർ ഇത് ഇൻബിൽറ്റ് ഉള്ളിൽ നിന്ന് വരാതെ തന്നെ ഫസ്റ്റ് സ്പീഡായിട്ട് വരുന്ന ഒരു കണക്ഷൻ ഇതിനകത്തുണ്ട്. ആ മോട്ടറാണ് ഇപ്പുറത്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതിൻ്റെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കപ്പാസിറ്ററിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് വയർ എന്നുള്ളത് ഇങ്ങനെ ഒരു കളർ കോഡ് കണ്ടു. ഇത് ചിലപ്പോൾ ഇതിനകത്ത് ക്ലിപ്പായിരിക്കും വരിക. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ക്ലിപ്പ് വരുന്നതിനകത്ത് നമുക്ക് ഇത്രയും വയർ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും ഇതിനകത്ത് കപ്പാസിറ്ററിൻ്റെ വയർ ഏതാണെന്നുള്ളത്. അത് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം കോമണിൽ നമുക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും വാല്യൂ കൂടുതലുള്ളത്, അതായത് ഇപ്പോൾ ഈ 5 വയറുണ്ടല്ലോ, ഈ 5 വയറിനകത്ത് ഏറ്റവും വാല്യൂ കൂടുതലുള്ളത് ഏതാണോ അതാണ് ഒരെണ്ണം കപ്പാസിറ്ററിൻ്റെ വയർ. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ എത്രയെന്ന് നോക്കാം. ഇപ്പം ഇതിനകത്ത് വാല്യൂ തീരെ കുറവാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വിട്ടു. അടുത്തത് കാണിക്കുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് 235 റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അതായത് മൾട്ടിമീറ്ററിൽ മറ്റേ ബസർ സൗണ്ട് വരുന്നതിനകത്ത് ഇട്ടാൽ മതി റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ നമ്മൾ 236 അല്ലെങ്കിൽ 35 അങ്ങനെ ഒരു വേരിയേഷൻ കാണിക്കും. അതിനകത്ത് ഒരെണ്ണം കാണിക്കുന്നുണ്ട്. ആ 2 പേർ നമ്മൾ ഇതിപ്പോൾ ഒരെണ്ണം ഏറ്റവും കൂടിയ വാല്യൂ ഉള്ളതും ഒരെണ്ണം ഏറ്റവും കുറഞ്ഞ വാല്യൂകളാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തത്. ഇനിയിപ്പം ബാക്കി 3 പേരുണ്ട്. അത് നമുക്ക് അറിയില്ല ഏതാണെന്നുള്ളത്. നമ്മളത് അതും ചെക്ക് ചെയ്തു. അപ്പോൾ അതിനകത്ത് 127 ആണ്. അടുത്തതിനകത്ത് 169 ആണ്, 169 ആണ്. അടുത്തതിനകത്ത് 212 ആണ്. അതായത് ഈ 3 എണ്ണവും 100ന് മുകളിലാണ് ഇതിൻ്റെ വാല്യൂ കാണിക്കുന്നത്. എന്നാൽ ഈ 2 എണ്ണം എന്ന് പറയുന്നത് ഒരെണ്ണം ഏറ്റവും ഹൈ വാല്യൂ ഉള്ളത്, അതായത് ഇപ്പം നമ്മൾ ഈ 5 വയർ ചെക്ക് ചെയ്യുന്നതിനകത്ത് ഏറ്റവും ഹൈ വാല്യൂ ഉള്ളത് 236 ആണ്. ഏറ്റവും കുറഞ്ഞ വാല്യൂ ഉള്ളത് ഇതും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ വയർ. അതായത് ഏറ്റവും വാല്യൂ ഉള്ളത്, ഏറ്റവും കൂടിയ വാല്യൂ ഉള്ളതും ഏറ്റവും കുറഞ്ഞ വാല്യൂ ഉള്ളതും അതുമാണ് കപ്പാസിറ്ററിൻ്റെ വയർ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കപ്പാസിറ്ററിലേക്ക് മാറ്റി. നമ്മൾ കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കപ്പാസിറ്ററിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ് സ്പീഡ്, തേർഡ് സ്പീഡ് അല്ലെങ്കിൽ 4ാമത്തെ സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇതിനകത്ത് ഇപ്പം വാല്യൂ കാണിക്കുന്നത് 3 വയറുണ്ട്. നമുക്ക് ഈ 3ആണ് നമുക്ക് സ്പീഡ്. പക്ഷേ ഇതിനകത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമുക്കിത് അറിയില്ല. നമ്മളവിടെ സ്റ്റിക്കർ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പക്ഷെ നമുക്ക്
ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് പറയുന്നത്. ഇതിനകത്ത് 127 ഉണ്ട്, 169 ഉണ്ട്, 211 ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ഇമ്പോർട്ടഡ് മോട്ടറാണ്. ഇമ്പോർട്ടഡ് മോട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് റെഡാണ്. നമ്മൾ മുമ്പ് കാണിച്ചത് ബ്ലൂ ആണ്, ഇതിനകത്ത് റെഡാണ് കോമൺ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ കോമൺ വയർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് വയർ വരുന്നത് ആകെ മുമ്പത്തെ മോഡലിനകത്ത് നമുക്ക് 5 വയർ കണ്ടു, ഇതിനകത്ത് വരുന്നത് 6 വയറുണ്ട്. അത് ഇതിനകത്ത് ഒരു സ്പീഡ് കൂടുതലാണ്, മറ്റേനകത്ത് 3 സ്പീഡുള്ളൂ, ഇതിനകത്ത് ഒരു സ്പീഡ് കൂടുതലാണ്, അതുകൊണ്ട് 6 വയറുണ്ട്. ഇതെങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമൺ ഇതിനകത്ത് റെഡാണെന്ന് പറഞ്ഞല്ലോ, ഈ റെഡും സെയിം ഇതുപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്നു. ന്യൂട്രൽ നമ്മൾ നമുക്ക് അറിയാം ഈ റെഡാണ് അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കും. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് കപ്പാസിറ്ററിൻ്റെ വാല്യൂ 2 വയർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്ത് കപ്പാസിറ്ററിൻ്റെ ഏറ്റവും കൂടിയത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ സ്പീഡിൻ്റെ ഏതൊക്കെ തമ്മിലാണ് വ്യത്യാസമുള്ള വേരിയേഷൻ വരുന്നത് നോക്കാം. നമുക്ക് കണ്ടോ, ഇതിപ്പോൾ ഇതിനകത്ത് 21 കാണിക്കുന്നുണ്ട്, ഇതിനകത്ത് ഇപ്പോൾ 1 കുറച്ച് നേരം ഇങ്ങനെ വെക്കണം, എന്നാലാണ് കറക്റ്റ് റീഡിങ് കാണിക്കുള്ളൂ. വൺ 33, 34 അങ്ങനെ കാണിക്കുന്ന റീഡിങ്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ കണ്ടത് ഇതിപ്പം ബാക്കി 3 വയർ വേറെ ഉണ്ട്. ഒന്നുകൂടി നോക്കാം. ഓക്കെ, ഇത് 135 ഉണ്ട്, ഇത് ഏറ്റവും കുറഞ്ഞത് ഒരെണ്ണം, അത് 21. ഇത് നമ്മൾ മാറ്റിയിട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ റീഡിങ് കൂടി എടുക്കാം. നമ്മളിപ്പോൾ കപ്പാസിറ്ററിൻ്റെ വയർ കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഏറ്റവും കൂടിയ വാല്യൂകളും കുറഞ്ഞ വാല്യൂകളും നമ്മളത് മാറ്റി കഴിഞ്ഞു. ഇനി ഈ 3 വയറിൽ ഏറ്റവും കൂടിയ വാല്യൂ ഉള്ളത് 127, 169, 211. അപ്പം ഈ 211 ഫസ്റ്റ് സ്പീഡ്. അതായത് നമ്മൾ ഈ 3 സ്പീഡായിട്ട് പിടിച്ചിരിക്കുന്നത് ഈ 213 റീഡിങ് കാണിച്ചത്, അതാണ് ഫസ്റ്റ് സ്പീഡ്. തൊട്ട് താഴെ വരുന്നത് സെക്കൻഡ് സ്പീഡ്. സെക്കൻഡ് സ്പീഡ് എന്ന് പറയുന്നത് 169 കാണിച്ചത്, അതായത് സെക്കൻഡ് സ്പീഡ്. അതായത് സ്പീഡിനകത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ കാണിക്കുന്നതാണ് ഈ 3 സ്പീഡിൽ കാണിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ കാണിക്കുന്നത് ഫസ്റ്റും. സെക്കൻഡ് സ്പീഡ് ബ്ലാക്ക് കളറാണ് വരുന്നത്, അതിൻ്റെ വാല്യൂ കാണിക്കുന്നത് 170, 116 അങ്ങനെ കാണിക്കുന്നുണ്ട്, അത് സെക്കൻഡ് സ്പീഡ്. ഇനി തേർഡ് സ്പീഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ പിന്നെയും കുറയും, കണ്ട 127 കാണിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഈ 2 വയർ നമ്മൾ കപ്പാസിറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഈ 2 വയർ നമ്മൾ കപ്പാസിറ്ററിനെ കണ്ടുപിടിച്ചു, ഏറ്റവും കൂടിയ വാല്യൂ ഉള്ളതും ഏറ്റവും കുറഞ്ഞ വാല്യൂ ഉള്ളതും നമ്മൾ കപ്പാസിറ്ററിൽ പിടിച്ചു കൊടുത്തു, കോമൺ നമ്മൾ നീല കൊടുത്തു. ഇനി നമുക്ക് സ്പീഡ് വരുന്നത്, ഫസ്റ്റ് സ്പീഡ് വരുന്നത് ഈ 3 വയറിനകത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. അതിപ്പോൾ ഈ വാല്യൂ കാണുന്ന ചിലപ്പോൾ മോട്ടർ ടു മോട്ടർ വാല്യൂ ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പോൾ ഈ ഒരു വാല്യൂ കൂടുതലുള്ള 3 വയറിനകത്ത് ഏറ്റവും കൂടിയത് ഫസ്റ്റ് സ്പീഡ്, അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് സെക്കൻഡ് സ്പീഡ്, ഏറ്റവും താഴെ നിൽക്കുന്നത് തേർഡ് സ്പീഡ്. ഇതാണ് ഇതിൻ്റെ മോട്ടർ. നമുക്ക് മൾട്ടിമീറ്ററിൽ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഇനി മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഉപയോഗിക്കാൻ അറിയില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇലക്ട്രിക്കൽ 230 വോൾട്ട് നമ്മൾ ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ വയർ നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ മൾട്ടിമീറ്റർ വേണം. ഇതില്ലാണ്ട് നമുക്ക് വയർ കണ്ടുപിടിക്കാൻ പറ്റില്ല. മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കപ്പാസിറ്ററിൻ്റെ വയർ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്പീഡ് വേരിയേഷൻ അറിയാനായിട്ട് നമ്മൾ കോമൺ വയർ നമ്മൾ ന്യൂട്രൽ കൊടുക്കുന്നു. ഇതിനകത്ത് നമ്മൾ ഓരോ ഫേസ് ലൈനിൽ നിന്ന് നമ്മൾ ഓരോ വയറെടുത്ത് മുട്ടിക്കുമ്പോൾ ആ മുട്ടിക്കുന്നത് ഏറ്റവും സ്പീഡ് കുറഞ്ഞതും കൂടിയതും ആയിട്ട് നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പൊതുവേ കൊടുക്കുന്നത്. പക്ഷേ മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. പേടിക്കാതെ കറക്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. കൺഫ്യൂഷൻ യാതൊന്നും വരില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 2 സ്പീഡ് നമുക്ക് കിട്ടി, ഫസ്റ്റ് സ്പീഡും കിട്ടി, കപ്പാസിറ്ററിൻ്റെ വയറും കിട്ടി. നമുക്ക് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും വാല്യൂ ഉള്ള 115 കാണിക്കുന്നുണ്ട്. ഈ 115 കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് സ്പീഡാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെ വാല്യൂ ഉള്ളത് ഏതാണെന്ന് നോക്കാം. തൊട്ട് താഴെ വാല്യൂ ഉള്ളത് നമുക്ക് 65 കാണിക്കുന്നത്. 65 എന്ന് പറയുമ്പോഴത്തേക്കും 65 ഉണ്ട്, പിന്നെ വേറെ കൂടി ഉണ്ട്, അതുകൂടി ഇതിൻ്റെ വാല്യൂ കൂടി നോക്കാം.
95 കാണിക്കുന്നുണ്ട്, അത് തേർഡ് സ്പീഡ്. 95 കാണിക്കുന്നത് തേർഡ് സ്പീഡും ഈ 64 കാണിക്കുന്നത് ഫോർത്ത് സ്പീഡും. അങ്ങനെയാണ് ഇതിൻ്റെ സ്പീഡ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പം സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ, കൺഫ്യൂഷനൊന്നുമില്ല. ഈ റീഡിംഗ് എടുക്കുന്നൊരു ഡിലേ ആണ് വരുന്നത്. ഏറ്റവും കൂടിയ വാല്യൂവും ഏറ്റവും കുറഞ്ഞ വാല്യൂ നമ്മൾ കപ്പാസിറ്ററായിട്ട് കണ്ടു. അതിൻ്റെ തൊട്ട് താഴെയുള്ള വാല്യൂ എത്രയാണോ ഉള്ളത് അത് ഫസ്റ്റ് സ്പീഡും, അതിൻ്റെ തൊട്ട് താഴെയുള്ള വാല്യൂ സെക്കൻഡ് സ്പീഡും, അതിൻ്റെ തൊട്ട് താഴെയുള്ളത് തേർഡ് സ്പീഡും, ഏറ്റവും ലോ ആയിട്ടുള്ളത് ഫോർത്ത് സ്പീഡും. ഏറ്റവും ലോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഏറ്റവും തീരെയായിട്ട് ഒരു 20 താഴെ റീഡിംഗ് കാണിക്കുന്നവരുണ്ട്, അത് കപ്പാസിറ്ററിൻ്റെ വയറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എ സി മോട്ടർ നമ്മൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് എ സി മോട്ടറും ഡി സി മോട്ടറും ഉണ്ട്. ഈ ഡി സി മോട്ടർ എ സി മോട്ടർ തമ്മിലുള്ള വ്യത്യാസം, ഈ ഡി സി മോട്ടർ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുക, അതാണ് ഈ അടുത്ത് പറയാൻ പോകുന്നത്. ഇനി നമ്മൾ എ സി മോട്ടറും ഡി സി മോട്ടറും തമ്മിലുള്ള വ്യത്യാസം, അതായത് എ സി മോട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് എ സി മോട്ടർ, ഇത് ഡി സി മോട്ടറാണ്. എ സി മോട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാണുന്നത് ഒരു ഷാഫ്റ്റ്, ഇതൊരു ടെമ്പററി മാഗ്നറ്റ് ആണ്. അതായത് ഇതൊരു മാഗ്നറ്റിക് ഫീൽഡായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ സപ്ലൈ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് മാത്രം ഇതൊരു മാഗ്നറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്, അതായത് ടെമ്പററി മാഗ്നറ്റ്. ഇത് റോട്ടർ എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ ഫീൽഡ് കോയിലുള്ളത്, ഇത് ഫീൽഡ് കോയിൽ. ഈ ഇതിനകത്തേക്ക് കറണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തൊരു അലുമിനിയത്തിൻ്റെ ചെറിയ രീതിയിലൊരു വൈൻഡിങ് കോപ്പർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ എ സി മോട്ടറിൻ്റെ അകത്ത് വരുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് ഈ ഫീൽഡ് കോയിലും ഈ ഒരു ടെമ്പററി മാഗ്നറ്റും ഉള്ളത്. അത് ഡി സി മോട്ടറിലേക്ക് വരുമ്പോഴത്തേക്കും, അതിന് ഡി സി മോട്ടർ വരുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്നത് പെർമനന്റ് മാഗ്നറ്റ് ആണ്. കണ്ടില്ലേ, പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഇതാണ് പെർമനന്റ് മാഗ്നറ്റ്. ഇത് മാഗ്നറ്റ് ആണിത്, ഇതിൻ്റെ ഫീൽഡ് കോയിൽ. എ സി മോട്ടറിനെ പോലെ നമുക്ക് ഇതിനകത്ത് ഡി സി മോട്ടറിന് കപ്പാസിറ്റർ ഇല്ല. കാര്യം വെച്ചാൽ ഇത് 3 ഫേസ് ആണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. 3 ഫേസ്, 3 ഫേസ്, അതായത് 310 വോൾട്ട് ഡി സിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ആകെ 3 വയറേ ഉണ്ടാവുള്ളൂ. കാര്യം ഇതിൻ്റെ കണക്ഷൻ ഇന്റേണൽ ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും 3 വയർ. ഇതിൻ്റെ ബാക്കിയുള്ളത് എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന 3 വയറാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനകത്ത് 3ലും 310 വോൾട്ട് ഡി സി ആണ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ബി എൽ ഡി സി മോട്ടർ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ആകെ 2 വഴിയേ നമുക്കുള്ളൂ. ഒന്ന്, നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വാല്യൂ, കോയിലിൻ്റെ വാല്യൂ കണ്ടെത്തുക. 2, നമ്മൾ ഇലക്ട്രിക്കലി എ സി മോട്ടർ ചെക്ക് ചെയ്യുന്ന പോലെ ഡയറക്റ്റ് ലൈൻ കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് കണ്ടിന്യൂറ്റിയിൽ തന്നെ ഇടുക, ബസർ സൗണ്ടിൽ തന്നെ ഇടുക, റെസിസ്റ്റൻസ് എടുക്കുക. അതായത് ഏതെങ്കിലും 2 വയർ തമ്മിൽ കണക്ട് ചെയ്യുക. ഏതെങ്കിലും 2 വയർ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അവിടെ റീഡിങ് കാണിക്കുന്നുണ്ട്, 64 എന്നുള്ള റീഡിങ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 63, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചേഞ്ച് വരാം. അതേപോലെ തന്നെ രണ്ടാമത്തെ കോയിലും 64, 63 അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോയിൽ ഓക്കെയാണ്, അതായത് കോയിലിന്റെ റെസിസ്റ്റൻസ് ഓക്കെയാണ്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി രണ്ടാമതൊരു ചെക്കിംഗ് കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ബി എൽ ഡി സി മോട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ മൾട്ടിമീറ്ററിനകത്ത് ഡി സി വോൾട്ട് ഇവിടെ 20, 200, 2000 അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. നമ്മളൊരു 20 വോൾട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ഇടുക. 20 വോൾട്ടിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡി സി മോട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ റോട്ടർ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ ഈ റീഡിങ് അതിനകത്ത് കാണിക്കും. ചെറുതായിട്ട് റീഡിങ് ഇതിനകത്തൊരു വോൾട്ടേജ് ക്രിയേറ്റ് ആവും, ബി എൽ ഡി സി ആയതുകൊണ്ട്. അപ്പം അതും കൂടി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ചെറുതായിട്ട് റീഡിങ് കയറുന്നുണ്ടോ? ചെറുതായിട്ട് റീഡിങ് കയറുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ കോയിലും അതുപോലെ തന്നെ ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കോയിലും മാറ്റി കൊടുത്തിട്ട് രണ്ടാമത്തെ കോയിലും അങ്ങനെ റീഡിങ് കാണിക്കുന്നുണ്ടെങ്കിൽ കോയിലും ഓക്കെയാണ്. ഈ 2 ചെക്കിങ് മാത്രമേ നമുക്ക് ബി എൽ ഡി സി മോട്ടറിൽ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബി എൽ ഡി സി മോട്ടർ നമ്മൾ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതിനകത്ത് 3 പോയിന്റിൽ നമ്മൾ മൾട്ടിമീറ്ററിൽ ഇട്ടിട്ട് റെസിസ്റ്റൻസിൽ ഇട്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബസർ സൗണ്ടിൽ ഇട്ട് ചെക്ക് ചെയ്യുക. കറക്കി കഴിയുമ്പോഴത്തേക്ക് റിവേഴ്സ് വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ കോയിലും ഓക്കെയാണ്, മോട്ടറിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ ഇട്ട് നോക്കിയിട്ട് അതിന്റെ വാല്യൂ 2 കോയിലിനകത്തും 3 പോയിന്റ് മാറ്റിമറിച്ചും ചെക്ക് ചെയ്യുമ്പോൾ 3 പോയിന്റിലും ഒരേ വാല്യൂ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ
അത് കോയിലും ഒക്കെയാണ്. ഇനി ഒരേ വാല്യൂ അല്ല, ഒരെണ്ണത്തിൽ 63 ഒരെണ്ണത്തിൽ 12 ആണെങ്കിൽ മോട്ടോർ ഫോൾട്ടി ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.